ഡോക്ടറെ ഗുഡ് മോർണിംഗ്. ഡോക്ടർ ഗുഡ് മോർണിംഗ് സന്തോഷ് സാർ. ഞങ്ങളൊരു 8-10 ആൾക്കാർ ഒരുമിച്ചാ കാണുന്നുണ്ട്. 24 സുഹൈബ് സാറുണ്ട്, ജോണി ഉണ്ട്, നവാസ് സാറുണ്ട്, എല്ലാരും കൂടെ ഒരുമിച്ച് നമ്മളെ അപ്ഡേറ്റിനെ പോകണേ. പോയിക്കൊണ്ടിരിക്കല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ. Good morning. I am Shivadas from JCA Namara. Shedasata, good morning. Hello, sir. Good morning. Good morning. Arunana. Isham sir, good morning. Good morning, Arnata. Bindu madam, good morning. Yeah, good morning all. Arunana. Good morning, all of you. Am I audible? Good morning, all of you. Am I audible? Yes. Good morning. Okay, good morning. എന്നെ ഒന്ന് എന്റെ PPT ഷെയർ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ജസ്റ്റ് നോക്കട്ടെ. അതിനൊന്ന് എനിക്ക് തരാവോ? Okay. Let me try. If possible, I will. If possible. Good morning, ma'am. Good morning. Good morning, Shamala. Good morning. ഞാനേ എഴുന്നേറ്റ് വന്നുള്ളൂ. Okay, no problem. Okay, thank you. ഞാന് പിന്നെ ലേറ്റ് ആയി, കുറച്ച് എഴുത്തും കുത്തൊക്കെ ആയിട്ട് രാത്രി കുറച്ച് വൈകി. പിന്നെ അതിലിടയ്ക്ക് ഒരു 3 മണിക്ക് എഴുന്നേറ്റ് കുറച്ച് പണികൾ ചെയ്തു വീണ്ടും കിടന്നതാണ്. Okay. Thank you for attending. ശരി. Good morning, Chandriya madam. Good morning. മാമിനെ എങ്ങനെ കാണുന്നതിൽ വലിയ സന്തോഷം. Thank you so much. Thank you. ഓക്കെ. മാമിന്റെ ഒരു ക്ലാസ് ഇതുവരെ ആദ്യമായിട്ടാണ് അറ്റൻഡ് ചെയ്യുന്നത്. അപ്പൊ Okay. Thank you. എന്നെ കാണാൻ പറ്റുന്നുണ്ടോ? ഐ തിങ്ക് എനിക്ക് ഏതോ സംതിങ് എന്നെ കാണാൻ പറ്റുന്നുണ്ടോ? എല്ലാരും എന്നെ കാണാൻ കാണുന്നുണ്ട് മാഡം. കാണുന്നുണ്ട്. എനിക്ക് എന്തോ ഒരു ചെറിയൊരു ടെക്നിക്കൽ പ്രോബ്ലം ആയിട്ടുണ്ട്. എനിക്കാരും കാണാൻ പറ്റുന്നില്ല. ലെറ്റ് മീ ജസ്റ്റ് ട്രൈ 1 minute. നമ്മള് സ്റ്റാർട്ട് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. Yes. You can go ahead. Return to meeting എന്നുള്ളത് വരുന്നില്ല. സ്ലൈഡ് ഒക്കെയാണ്, പക്ഷെ സ്ലൈഡ് എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന. സുഭാഷ് ഉണ്ടോ ഗ്രൂപ്പില്? സുഭാഷ് നിർബന്ധമില്ല. ഓക്കെ, നിർബന്ധമില്ല. ജസ്റ്റ് ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോളൂ. നോ പ്രോബ്ലം. Okay. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. The meeting in connection with the morning drive 7 AM program of JCA India Zone 28 is hereby called to order. ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് വെൽക്കം സ്പീച്ച് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടിയിട്ട് സൗമ്യ സുരേഷിനെ ക്ഷണിക്കുന്നു. എത്തിയിട്ടില്ലേ?
സൗമ്യ സുരേഷ് എത്തിയില്ല എന്ന് തോന്നുന്നു അല്ലെ. സുഭാഷ് ജയപ്രകാശ് വെൽക്കം പറയോ? ജയപ്രകാശ് ഏട്ടാ. സൗമ്യ സുരേഷ് ഉണ്ടല്ലോ. സൗമ്യ സുരേഷ് ഉണ്ട്. എത്തിയിട്ടുണ്ട്. സൗമ്യ മാഡം വെൽക്കം പറ. ഹാപ്പി മോർണിംഗ്. പറഞ്ഞോളൂ സൗമ്യ മാഡം. വെൽക്കത്തിന് നിങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട്, നിങ്ങൾ ലേറ്റ് ആയി വരാൻ. സ്റ്റാർട്ട് ചെയ്തോ. Okay. Thank you so much, Hisham sir. If you love what you are doing, you will be successful. അല്ലേ? നമ്മള് ഹിഷാം സർ സെഡി ട്രെയിനിങ് ഓഫ് സോൺ 28 2023 സാറ് ഇഷ്ടപ്പെടുന്ന കാര്യം ചെയ്തുകൊണ്ടാണ് ട്രെയിനിങ് മേഖല തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും മോസ്റ്റ് റെസ്പെക്റ്റഡ് പേഴ്സൺസ് ഓഫ് ടുഡേസ് സെഡി ട്രെയിനിങ് ഹിഷാം സാറെ ഏറെ സ്നേഹാദരവോടെ ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ദ ഫസ്റ്റ് ലേഡി ഓഫ് സെഡ് ഓഫ് കേരള, പവർ ലേഡി, അയൺ ലേഡി ഓഫ് സോൺ 28 സെഡ് ചിത്ര മാമിനെ ഏറെ സ്നേഹാദരവോടെ ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഇന്നിവിടെ കൂടിയിട്ടുള്ള എല്ലാവരും ട്രെയിനിങ് ഫീൽഡിനെ ഏറെ സ്നേഹിക്കുന്ന, ആ ട്രെയിനിങ് ഫീൽഡിനോട് പാഷൻ ആയിട്ടുള്ള ആളുകളാണ്. അതില് പറയേണ്ട ഏറ്റവും ഒരു വലിയ വ്യക്തിത്വമാണ് ചന്ദ്രിക ജയശങ്കർ മാം. ഇപ്പോഴും ട്രെയിനിങ് എന്ന പാഷനെ വളരെ ആർജവത്തോടെ കൊണ്ടുപോകുന്ന ചന്ദ്രിക മാം ആണ് ഇന്നത്തെ സെഷൻ നമുക്ക് വേണ്ടി ഹാൻഡിൽ ചെയ്യുന്നത്. ചന്ദ്രിക മാമിനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഇത് കേൾക്കാനായിട്ട് ശ്രമിക്കാനായി എത്തിച്ചേർന്ന എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. ഓവർ ടു ഹിഷാം സർ. ഓക്കെ, താങ്ക് യു സൗമ്യ മാഡം ഫോർ യുവർ നൈസ് ടോക്ക്. നമുക്ക് ഇന്നിവിടെ സെഷൻ എടുക്കാൻ വേണ്ടിയിട്ട് എത്തിച്ചേർന്നുള്ള ഗസ്റ്റ് സ്പീക്കർ എന്ന് പറയുന്നത് നമ്മുടെ സ്ഥിരം ഈ പ്രോഗ്രാമിലെ ഒരു ശ്രോതാവ് കൂടിയായിട്ടുള്ള നമ്മുടെ JC ഇന്ത്യ സോൺ 28ന്റെ സോൺ ട്രെയിനർ ആയിട്ടുള്ള നമുക്ക് എല്ലാവർക്കും അറിയുന്ന ചന്ദ്രിക മാഡം ആണ്. ചന്ദ്രിക മാഡത്തെ ഇന്നത്തെ സെഷൻ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൃത്യമായി സ്വാഗതം ചെയ്യുന്നു. ചന്ദ്രിക മാഡം പ്ലീസ്. Thank you, Dr. Hisham. Thank you so much, and thank you to the organizers for giving me such a wonderful opportunity. Thank you, and thank you all, and I congratulate all the participants for having available today just to listen for few minutes. Okay, so thank you first of all. And I have been introduced as I am Chantrika Jayashankar. I am from Calicut, but now settled in Palgad. I am from Palgad now. Okay. So actually, and I'm really sorry, actually some technical problem. I have prepared or PPT ഒക്കെ ഞാൻ നമുക്ക് വളരെ കുറഞ്ഞ സമയം ഉള്ളെങ്കിൽ പോലും ആ സമയത്തിനുള്ളിൽ ഒരു 5-6 സ്ലൈഡ്സ് ഉള്ള ഒരു PPT ഞാൻ പ്രിപ്പയർ ചെയ്തിരുന്നു. അത് എനിവേ ഷെയർ ചെയ്യാൻ ഒരാളെ എനിക്ക് പറ്റിയില്ലെങ്കിൽ ഷെയർ ചെയ്യാൻ ഒരാളെ ഏർപ്പാടാക്കിയിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് വരാൻ പറ്റിയില്ല, അതുകൊണ്ടായിരിക്കും. ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. സോ let us all begin today's topic. Actually, a friend is one soul abiding in two bodies. A friend is one soul abiding in two bodies. Okay. ഞാൻ ഇന്ന് പറയാൻ ഇവിടെ ആഗ്രഹിക്കുന്നത് ഇത് ഫേമസ് വേർഡ്സ് ഓഫ് അരിസ്റ്റോട്ടിൽ ആണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കോട്ടായിരിക്കണം ഇത്. സോ ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന അല്ലെങ്കിൽ ടോപ്പിക്കിലേക്ക് വരുന്നതിന് മുമ്പേ ഈ ഫ്രണ്ട് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് കൊണ്ട് ആരാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഫ്രണ്ട് ആരാണെന്ന് ആർക്കെങ്കിലും ഒന്ന് പറയാമോ? ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാമോ? ആരാണ് നമ്മുടെ ഏറ്റവും ഉറ്റ ചങ്ങാതി എന്ന് നമ്മൾ പറയുന്ന നമ്മുടെ ചങ്ങാതി അല്ലെങ്കിൽ നമ്മുടെ ഉറ്റ സുഹൃത്ത് അല്ലെങ്കിൽ ഫ്രണ്ട് ആരാണെന്ന് ആർക്കെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാമോ? Please. Ourself, yes. Fatima has replied, yes. Ourself, yes.
നമ്മൾ തന്നെയാണ്. നമ്മുടെ ഈ ശരീരമാണ് സത്യത്തിൽ നമ്മുടെ. ഈ ശരീരമില്ലെങ്കിൽ നമ്മൾ ഉണ്ടോ? നമ്മളില്ല അല്ലേ? നമ്മൾക്ക് ജീവിക്കണമെങ്കിൽ ഏത് രീതിയിലാണെങ്കിലും നമുക്ക് ജീവിക്കണമെങ്കിൽ ഈ ശരീരം വേണം അല്ലെ? അതുകൊണ്ട് തന്നെ നമ്മളെ ഉറ്റ സുഹൃത്തായിരിക്കേണ്ടത് മറ്റാരുമല്ല, നമ്മുടെ ഈ ശരീരം തന്നെയാണ്. പക്ഷെ പലപ്പോഴും എന്താണ് സംഭവിക്കുന്നത്? ആരും അത് അംഗീകരിക്കുന്നില്ല, അല്ലെങ്കിൽ ആരും അതിനെപ്പറ്റി ചിന്തിക്കാറില്ല എന്നതാണ്. സോ അരിസ്റ്റോട്ടലിന്റെ ഞാൻ ആ ഒരു കോട്ട് പറഞ്ഞതുപോലെ, നമ്മുടെ ശരീരവും നമ്മുടെ ഫ്രണ്ടായി നമ്മൾ കാണുമ്പോൾ, നമ്മൾ ക്ലോസ് ഫ്രണ്ടായി നമ്മൾ കാണുമ്പോൾ, നമ്മൾ ഫ്രണ്ടിനോട് നമ്മൾ അതേ രീതിയിലാണ്, എങ്ങനെയാണോ അരിസ്റ്റോട്ടൽ പറഞ്ഞത് അതേ രീതിയിലാണ് നമ്മൾ ഫ്രണ്ട് ആയിട്ടുള്ള നമ്മളെ ബോഡി അല്ലെ? പക്ഷെ നമ്മളാണ് ഒരിക്കലും തന്നെ നമ്മൾ അതിനെ എന്താണ് ഒന്നും കണക്കാക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ കണക്കിലെടുക്കുന്നില്ല. നമ്മൾ ഒരിക്കലും ആ ഒരു പരിഗണന നമ്മളെ ബോഡിക്ക് കൊടുക്കാറില്ല അല്ലെ? നമ്മൾ ആരും തന്നെ ഒട്ടുമുക്കാലും പേര് അങ്ങനെ ഒരു പരിഗണന കൊടുക്കാത്ത അവസ്ഥയാണ്. സോ ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ എൻ്റെ ടോപ്പിക്കിലേക്കാണ് വരുന്നത്. സോ ഇത്രയും പറഞ്ഞാൽ ആർക്കെങ്കിലും ഒന്ന് ഗസ് ചെയ്യാവോ വാട്ട് ക്യാൻ ബി മൈ, എൻ്റെ ടോപ്പിക്കിന്റെ ആക്ച്വലി പറഞ്ഞ എൻ്റെ ടൈറ്റില് ലെറ്റസ് ഹാവ് എ മേജർ കാൻഡി. ലെറ്റസ് ഹാവ് എ മേജർ കാൻഡി. MAJOR മേജർ CANDY കാൻഡി. ഇതാണ് എൻ്റെ ടൈറ്റിൽ, ടുഡേസ് ടൈറ്റിൽ. യെസ്, എക്സാക്ട്ലി, സൗമ്യ ഹാസ് ടോൾഡ്. യെസ്, ഹെൽത്ത്. അതാണ്, ഹെൽത്ത് ആണ് ഇന്നത്തെ എൻ്റെ ടോപ്പിക്. ഹെൽത്ത് ഇല്ലെങ്കിൽ നമുക്കറിയാം അല്ലെ? ഹെൽത്ത് ആൻഡ് വെൽനെസ് ഇല്ലെങ്കിൽ, അതുപോലെ തന്നെ ഈ ഹെൽത്ത് ആൻഡ് വെൽനെസ് നമുക്ക് നമ്മളെ ഫ്രണ്ട്, ഏറ്റവും അടുത്ത ഫ്രണ്ട് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മളെ കൂട്ടുകാരനോ കൂട്ടുകാരിയോ ആയിട്ടുള്ള നമ്മുടെ ഈ ശരീരത്തെ തീർച്ചയായും നമുക്ക് നല്ല രീതിയിൽ ആരോഗ്യമുള്ളതായിട്ട് കൊണ്ടുപോയിട്ടില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ കഴിയില്ല അല്ലെ? പക്ഷെ നമ്മൾ പലപ്പോഴും നമ്മൾ അതൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ്. സോ ആരോഗ്യത്തെ പറ്റി പറയുമ്പോൾ, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഐ വുഡ് ലൈക്ക് ടു സേ ഒരു 1 or 2 quotes ഉണ്ട്. ടേക്കിംഗ് കെയർ ഓഫ് യുവർ ബോഡി ഈസ് എ ഫോം ഓഫ് സെൽഫ് റെസ്പെക്ട്. ടേക്കിംഗ് കെയർ ഓഫ് അവർ ബോഡി ഈസ് എ ഫോം ഓഫ് സെൽഫ് റെസ്പെക്ട്. അതൊരു വണ്ടർഫുൾ കോട്ടാണ്. ഹെൽത്തി ബോഡി ഈസ് ദി ബെസ്റ്റ് ഔട്ട്ഫിറ്റ്. എ ഹെൽത്തി ബോഡി ഈസ് ദി ബെസ്റ്റ് ഔട്ട്ഫിറ്റ്. വിയർ ഇറ്റ് വിത്ത് പ്രൈഡ്. യെസ്, നമ്മൾ പ്രൗഡായിട്ട് കൊണ്ട് നടക്കേണ്ടതാണ് നമ്മുടെ ഈ ഹെൽത്തി ബോഡി ആയിട്ടുള്ള ഈ ഒരു ഔട്ട്ഫിറ്റ്, നമ്മുടെ സ്വന്തമായിട്ടുള്ള ഔട്ട്ഫിറ്റ്. പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ടോ? ഇല്ല. നമ്മൾ ആ ഒരു പ്രൗഡായിട്ട് പലപ്പോഴും നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മളിൽ പലരും എന്തൊക്കെ കുറവാണോ നമുക്കുള്ളത് അത് മാത്രം ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരിക്കലും നമ്മളെ ബോഡിയെ സ്നേഹിക്കാതെ നമ്മൾ പറയും, അയ്യോ ഞാൻ എന്ത് കറുപ്പാണ്, എൻ്റെ കളർ ഒന്നിനും കൊള്ളില്ല, അല്ലെങ്കിൽ കറുപ്പല്ല വെളുപ്പല്ല, ഞാൻ ഇങ്ങനെ ഒരു കളറായി പോയി എൻ്റെത്, ഇനി അതല്ലെങ്കിൽ എനിക്ക് കാലിന് ആ പ്രോബ്ലം, കൈക്ക് ഈ പ്രോബ്ലം, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുന്നു? നമ്മളെ റെസ്പെക്ട് ചെയ്യുന്നേ ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആരോഗ്യത്തെ അത് ബാധിക്കാറുണ്ട് എന്നുള്ളതാണ് മറ്റൊരു വാസ്തവം. എങ്ങനെയാണ് ആരോഗ്യത്തെ ബാധിക്കുന്നു എന്നുള്ളതിന് നമ്മൾ റെസ്പെക്ട് ചെയ്യാത്തത് കൊണ്ട് തന്നെ എങ്ങനെയാണെന്നുള്ളതിന് ഏറ്റവും ഉത്തമ ഉദാഹരണമായിട്ട് ഞാൻ ആക്ച്വലി ഒരു ഇന്ററാക്റ്റീവ് സെഷൻ ആണ് ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. അതുപോലെ പക്ഷെ നമുക്ക് ടൈം ഇല്ലാത്തത് കാരണം ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ തന്നെ പറയാം. അതായത് അതിന് ഏറ്റവും ഉത്തമ ഉദാഹരണം പറയാൻ പറ്റുക എന്താണ്? നമ്മുടെ വയറിന് അല്ലെ, നമ്മളെ ബോഡി പാർട്ടായിട്ടുള്ള നമ്മുടെ വയറിനെ നമ്മൾ മോസ്റ്റ് റെസ്പെക്ട്ഫുൾ ആയിട്ട്, ആക്ച്വലി പറഞ്ഞാൽ ശരീരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് നമ്മുടെ വയറ് അല്ലെ? പക്ഷെ നമ്മൾ അതിനെ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല എന്ന് മാത്രമല്ല, എത്രത്തോളം നമ്മൾ അതിനെ വേദനിപ്പിക്കാം, വിഷമിപ്പിക്കാം എന്നുള്ളതാണ് നമ്മൾ പലപ്പോഴും അതുകൊണ്ട് തന്നെ അതായത് നമ്മൾ ഒരു ഡസ്റ്റ്ബിന് മാതിരി, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ വയറിനെ നമ്മളൊരു ഡസ്റ്റ്ബിന് മാതിരി കണക്കാക്കിയിട്ട് കണ്ടതെല്ലാം വാരി കഴിക്കുന്ന ഒരു സ്വഭാവം നമ്മളിൽ പലരിലുമുണ്ട്. 100% ഇല്ലെങ്കിലും ഒരു 99% ആളുകളിലും കാണുന്ന ഒരു സ്വഭാവമാണ്. നമ്മുടെ ഹെൽത്ത് നമ്മൾ ശ്രദ്ധിക്കാറേ ഇല്ല എന്നുള്ളതാണ് അല്ലെ? അപ്പൊ ആ ശ്രദ്ധിക്കാത്തത് തന്നെ നമ്മൾ എന്തും വാരി കഴിക്കുന്നത്, ജങ്ക് ഫുഡ് ആയാലും എന്ത് തന്നെയാണെങ്കിലും നമ്മൾ ആരോഗ്യം നോക്കാതെ ആ കഴിക്കുന്നതിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള, നമ്മുടെ ആക്ടിവിറ്റീസിനും ഒക്കെ ആവശ്യമായിട്ടുള്ള പോഷക ഗുണങ്ങളുള്ള പോഷകാഹാരം അടങ്ങിയിട്ടുണ്ടോ ഇതൊന്നും നമ്മൾ നോക്കാറേ ഇല്ല അല്ലെ? കിട്ടുന്ന
അങ്ങനെ അതുകൊണ്ട് തന്നെ ഉറക്കം വരായിക. അപ്പൊ നമ്മളെ ശരീരത്തെ നമ്മൾ മാനിക്കുന്നില്ല, അല്ലെ? നമ്മളെ ശരീരത്തിന് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, പലപ്പോഴും നമ്മൾ ശരീരത്തിന് റെസ്പെക്ട് കൊടുക്കുന്നില്ല എന്നുള്ളതിന് ഉത്തമ ഉദാഹരണം അത് തന്നെയാണ്. സോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്, നമ്മൾ സംസാരിക്കുന്നത് ഹെൽത്തിനെ പറ്റിയാണ്, അല്ലെ? അപ്പൊ ഈ ഹെൽത്ത് ഞാൻ പറഞ്ഞു, എന്റെ ടോപ്പിക്കിന്റെ ടൈറ്റിൽ ഞാൻ പറഞ്ഞിരുന്നു, ലെറ്റസ് ഹാവ് എ മേജർ, ലെറ്റസ് ഹാവ് എ മേജർ, ഐ തിങ്ക് സുഭാഷ് has now come. Okay, so let us have a major candy എന്നാണ് ഞാൻ ടൈറ്റിൽ പറഞ്ഞിരിക്കുന്നത്. സോ ഈ ടൈറ്റിലിൽ തന്നെ നമ്മളുടെ എന്താണ് അടങ്ങിയിട്ടുണ്ട്. ആക്ച്വലി പറഞ്ഞ ടൈറ്റിലുള്ള ഓരോ ലെറ്റേഴ്സും, മേജർ കാൻഡി എന്ന ഈ ടൈറ്റിലുള്ള ഓരോ ലെറ്റേഴ്സും ഞാൻ പറയുകയാണെങ്കിൽ അതൊരു ചെപ്പ് ആണ് എന്ന് പറയാം. ഓരോ ചെപ്പുകളാണ് ഓരോ ലെറ്റേഴ്സും. എം എന്ന ഒരു ചെപ്പ്, എ, ജെ, ഒ, ആർ, മേജർ കാൻഡി. ഇതൊരു സ്വീറ്റ് ആണ് കേട്ടോ. മേജർ കാൻഡി എന്നുള്ള ഒരു സ്വീറ്റ് ആണ്. സോ ആ സ്വീറ്റിലൂടെ ആ ഒരു വേർഡിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ഓരോ വാക്കുകളും, ഓരോ ലെറ്റേഴ്സും, സോറി വാക്കല്ല, ഓരോ ലെറ്റേഴ്സിനകത്തും അതൊരു മാജിക് ചെപ്പാണ്. ആ മാജിക് ചെപ്പുകൾക്കകത്ത് എന്താണുള്ളത്? ഓരോ വാക്കുകളും നമ്മുടെ ആക്ടിവിറ്റിയാണ്. എന്തൊക്കെ ആക്ടിവിറ്റി ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ, നമ്മൾ ഹെൽത്തി ബോഡി മെയിൻറ്റെയിൻ ചെയ്ത് നല്ല രീതിയിൽ നമുക്ക് ഹെൽത്ത് ആൻഡ് വെൽനെസ് എൻഷുർ ചെയ്തുകൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റുമെന്ന്. അതിന് മുമ്പേ നമുക്ക് ജസ്റ്റ് വാട്ട് വി ക്യാൻ സീ ഇസ് ഹെൽത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിൽ പലരും മനസ്സിലാക്കിയിട്ടുള്ളത്, അല്ലെ നമ്മൾ മനസ്സിൽ വെച്ചിരിക്കുന്നത് എന്താണ്? ആരോഗ്യം എന്ന് പറയുന്നത് നമുക്ക് രോഗമില്ലാത്ത ഒരവസ്ഥ, അല്ലെ? രോഗമില്ലാത്ത ഒരവസ്ഥ. പക്ഷെ അങ്ങനെയല്ല. രോഗമില്ലാത്ത ഒരവസ്ഥയല്ല ഈ ആരോഗ്യം എന്ന് പറയുന്നത്. എന്താണ്? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ നമ്മുടെ ഹെൽത്തിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാ നമുക്ക് നോക്കാം. ഹെൽത്ത് ഈസ് എ സ്റ്റേറ്റ് ഓഫ് complete physical, mental and social well-being and not merely the absence of disease and infirmity. Yes. So okay, Subhash, next slide. Next slide please. Okay, next. Once again, next. Now we have reached, of course. ആക്ച്വലി ഞാൻ അതിനിടയ്ക്ക് വിട്ടുപോയ ഒരു കാര്യമുണ്ട്. എൻ്റെ തന്നെ ഒരു കോട്ടുണ്ട്. നമ്മൾ പല കോട്ടും ഇവിടെ സംസാരിച്ചിരുന്നു. കോട്ടിനെ പറ്റി പല കോട്ടുകൾ നമ്മളിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ എൻ്റെ തന്നെ ഒരു കോട്ടായിട്ട് ഞാൻ എപ്പോഴും പറയാറ് എന്താണെന്ന് വെച്ചാൽ, എപ്പോഴും എൻ്റെ മനസ്സിൽ തോന്നാറ്, ഗിഫ്റ്റ് ഓഫ് ഹെൽത്ത് ഈസ് കീപ്പിംഗ് മീ അലൈവ്. യെസ്, ഇറ്റ്സ് എ ഗിഫ്റ്റ്, ഇല്ലേ? ഹെൽത്തിന്റെ ഒരു ഗിഫ്റ്റ് ആണ് നമ്മളെ ഈ നമ്മളെ ജീവിക്കാൻ അനുവദിക്കുന്നത്, അല്ലെ? സോ മറ്റൊരു കോട്ട് ഇവിടെ ഞാൻ WHO ഡെഫിനിഷൻ പറഞ്ഞപ്പോ അതിന്റെ കൂടെ പറഞ്ഞിട്ടുള്ളതാണ്, ഹെൽത്ത് ഈസ് നോട്ട് വാല്യൂഡ് ടിൽ സിക്നെസ് കംസ്. യെസ്, അതാണ് വാസ്തവം, അല്ലെ? തോമസ് ഫുള്ളറിന്റെ ഒരു കോട്ടാണത്. ഹെൽത്ത് ഈസ് നോട്ട് വാല്യൂഡ് ടിൽ സിക്നെസ് കംസ്. നമ്മളെപ്പോഴും നമുക്കൊരു അസുഖം വരുമ്പോൾ മാത്രമാണ് നമ്മുടെ ഹെൽത്തിനെ നമ്മൾ വാല്യൂ ചെയ്യാറ്, അല്ലെ? അതാണ് ഫാക്ട്, അതാണ്. സോ നമ്മൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഒരു ഹെൽത്തിന്റെ ഡെഫിനിഷൻ ആണ് കണ്ടത്. ഹെൽത്ത് ഈസ് എ സ്റ്റേറ്റ് ഓഫ് കംപ്ലീറ്റ് ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ് ആൻഡ് നോട്ട് മെയിൻലി ദി ആബ്സെൻസ് ഓഫ് ഡിസീസ് ആൻഡ് ഇൻഫർമിറ്റി. ഇതിൽ ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നത് പറഞ്ഞാൽ, ഇറ്റ് ഈസ് ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള നമ്മുടെ ഹെൽത്ത് എന്ന് പറയുന്നത് ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ്. അതിൽ ഒന്നുകൂടെ സ്പിരിറ്റ് കൂടെ നമുക്ക് ആഡ് ചെയ്യേണ്ടതുണ്ട്, അല്ലെ? നമ്മളുടെ സ്പിരിച്വാലിറ്റി, അല്ലെ? സ്പിരിച്വാലിറ്റി കൂടെ ചേർന്നാൽ മാത്രമേ നമ്മൾ ഫുൾ ഹെൽത്തി ആണ് എന്ന് പറയുവാൻ കഴിയുകയുള്ളൂ. സോ നെക്സ്റ്റ് സുഭാഷ്, നെക്സ്റ്റ് സ്ലൈഡ്. ഓക്കെ, സോ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് വളരെ കുറഞ്ഞ സമയമേ ഉള്ളൂ. അതിനുള്ളിൽ നമുക്ക് എന്തൊക്കെയാണ് ആക്ടിവിറ്റീസ് നമുക്ക് നല്ല ആരോഗ്യം നിലനിർത്തി കൊണ്ടുപോകണം, അല്ലെ? നമുക്ക് ഹെൽത്തി ബോഡി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഹെൽത്ത് ആൻഡ് വെൽനെസ് എങ്ങനെ നമ്മൾ ഹെൽത്ത് ആൻഡ് വെൽനെസ് കീപ്പപ്പ് ചെയ്യുന്ന, എങ്ങനെ നമുക്ക് ഹെൽത്തി ആയിരിക്കാം, അതുപോലെ വെൽനെസ് നമ്മൾക്ക് എങ്ങനെ എൻഷുർ ചെയ്യാം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞ മേജർ
കാൻഡി എന്ന് പറയുന്ന ഈ ഓരോ ചെപ്പുകളിൽ ഞാൻ പറഞ്ഞു, ഓരോ ചെപ്പുകളിലും ഇങ്ങനെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സോ ഫസ്റ്റ് മേജർ കാൻഡിയുടെ ഫസ്റ്റ് ലെറ്റർ ആണ് മെഡിറ്റേഷൻ. എം ഫോർ മെഡിറ്റേഷൻ ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ മെഡിറ്റേഷനെ പറ്റി ഒന്നും തന്നെ പറയേണ്ട ആവശ്യമില്ല. എന്താണ് മെഡിറ്റേഷൻ എന്ന് നമ്മളിൽ പലരും മെഡിറ്റേഷൻ ചെയ്യുന്നവരായിരിക്കാം അല്ലേ? നമ്മൾ തീർച്ചയായും മെഡിറ്റേഷൻ ചെയ്യാൻ ഒരു ദിവസത്തിൽ ഒരു 10-15 മിനിറ്റെങ്കിലും നമുക്ക് വേണ്ടി ചെലവഴിക്കണം. അങ്ങനെ ചെലവഴിക്കുമ്പോൾ അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് രാവിലെ നമ്മൾ ഉണർന്നെഴുന്നേറ്റതും ഒരു 10 മിനിറ്റ് മെഡിറ്റേഷൻ അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് മെഡിറ്റേഷനിലൂടെ നമ്മൾ കടന്നു പോവുകയാണെങ്കിൽ അത് നമുക്ക് തരുന്ന ഒരു വെൽനെസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾക്ക് ശാരീരികമായിട്ടല്ല മാനസികമായിട്ട് നമ്മൾക്ക് കിട്ടുന്ന ഇമ്പ്രൂവ്മെന്റ്, അല്ലെ അതുകൊണ്ടുണ്ടാകുന്ന എഫക്റ്റ്, നമ്മളിലേക്ക് നമ്മൾക്ക് കോൺസെൻട്രേഷൻ ചെയ്യാൻ കഴിയുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അല്ലെ? മെഡിറ്റേഷനിലൂടെ നമുക്ക് കിട്ടുന്ന ഏറ്റവും നമ്മുടെ മാനസികമായിട്ടുള്ള ഒരു വെൽനെസ് ആണ് അവിടെ എൻഷുർ ചെയ്യപ്പെടുന്നത്. മനസ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ്. അതുകൊണ്ട് തീർച്ചയായും നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ആണ് മെഡിറ്റേഷൻ കൊണ്ട്. ഞാൻ അതിലേക്കൊന്നും പോവാൻ നമുക്ക് സമയമില്ല. നെക്സ്റ്റ് എ എന്ന ലെറ്റർ ആണ്. എന്താണ്? എജിലിറ്റി. യെസ്, എന്താണ് എജിലിറ്റി എന്ന് പറയുന്നത്? എജിലിറ്റി എന്ന് പറയുന്നത് മൂവ്മെന്റ് ആണ്. നമുക്കറിയാം, നമ്മുടെ ശരീരം, നമ്മുടെ സൃഷ്ടാവ് നമ്മളെ ശരീരം എന്തിനു വേണ്ടിയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്? നമ്മളിങ്ങനെ ഒരിടത്ത് ഇരിക്കാനും കിടക്കാനും മാത്രമല്ല നമ്മളെ ശരീരം. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശരീരത്തെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, നമ്മുടെ ബോഡിയെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നടക്കുവാൻ വേണ്ടിയാണ്, മൂവ്മെന്റ്സിന് വേണ്ടിയാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ ആ മൂവ്മെന്റ്സ് സയൻസ് പറയുന്നത് അറ്റ്ലീസ്റ്റ് മിനിമം ഒരു 10,000 സ്റ്റെപ്സ് എങ്കിലും നമ്മൾ ഡെയിലി വെക്കണം എന്നുള്ളതാണ്. 10,000 മിനിമം 10,000 സ്റ്റെപ്സ് എങ്കിലും നമ്മൾ വെച്ചിരിക്കണം. പക്ഷെ നമ്മൾ പലപ്പോഴും അത് ചെയ്യുന്നില്ല. സോ എ ലെറ്റർ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് മൂവ്മെന്റിനെ പറ്റിയാണ്. നല്ല മൂവ്മെന്റ് കൊടുക്കുന്ന ആക്ടിവിറ്റി നമ്മൾ ചെയ്യണം എന്നുള്ളതാണ്. അടുത്തതായിട്ട് ജേർണലിംഗ്. യെസ്, ജേർണലിംഗ് നമുക്ക് എല്ലാവർക്കും അഗൈൻ ഈ ഞാൻ പറയുന്ന ഓരോ പോയിന്റ്സും തീർച്ചയായും നിങ്ങൾക്ക് ഓരോരുത്തർക്കും എല്ലാവർക്കും അറിയുന്നതാണ്. പലരും പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവും, എങ്കിലും കുറച്ച് ചിലരെങ്കിലും പ്രാക്ടീസ് ചെയ്യാതിരിക്കുന്നുണ്ടാവും. അവർക്ക് വേണ്ടി അതുപോലെ ചെയ്യുന്ന കാര്യങ്ങൾ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുവാൻ വേണ്ടി, ഒന്ന് പൊടി തട്ടി എടുക്കുവാൻ വേണ്ടിയാണ് സത്യത്തിൽ ഞാൻ ഈ ടോപ്പിക്ക് കൊണ്ടുവന്ന് നിങ്ങളോട് ഈ കാര്യങ്ങൾ പറയുന്നത്. അല്ലാതെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഓക്കെ, സോ ജേർണലിംഗ് നമ്മൾ ഒന്നുകിൽ രാവിലെ അല്ലെങ്കിൽ രാത്രി നമ്മൾ ഒന്ന് ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ജേർണലിങ്ങിലൂടെ നമ്മുടെ മനസ്സിൽ നമ്മളെ തോട്ട്സ്, അന്ന് നമ്മൾ കടന്നു പോയിരിക്കുന്ന സാഹചര്യങ്ങൾ, നമുക്ക് എന്തൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിഞ്ഞു, നമുക്ക് ആരെങ്കിലും സഹായിക്കാൻ പറ്റിയോ, ആരിൽ നിന്നൊക്കെ നമുക്ക് സഹായം കിട്ടി. സോ ഗ്രാറ്റിറ്റ്യൂഡ്, നമ്മൾ എന്തൊക്കെ സഹായം അന്നത്തെ ദിവസം നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്, ആരിൽ നിന്നൊക്കെ, അവർക്കൊക്കെ നമ്മൾ തീർച്ചയായും ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യണം അല്ലെ? ഇതിനൊക്കെയാണ് ഈ ജേർണലിംഗ് യൂട്ടിലൈസ് ചെയ്യുന്നത്. എവറി ഡേ നിങ്ങൾ ഒരു 10 മിനിറ്റ്സ് നിങ്ങൾ ജേർണലിങ്ങിന് വേണ്ടി ചെലവഴിച്ച് നോക്കൂ. വണ്ടർഫുൾ ആൻഡ് മാർവലസ് ആയിട്ടുള്ള റിസൾട്ട് ആയിരിക്കും നമുക്ക് തരുന്നത്. ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് ജേർണലിംഗ് കൊണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഈസ് O ഫോർ ഔട്ട് ടു നേച്ചർ. ഔട്ട്, യെസ്, ഔട്ട് ടു നേച്ചർ. ഇത് ഉദ്ദേശിക്കുന്നത് വാക്കിംഗ് ആണ്. യെസ്, O ഫോർ ഔട്ട് ടു നേച്ചർ. നേച്ചറിലേക്ക് ഇറങ്ങി നമ്മൾ നടക്കുക അല്ലെ? നടക്കുമ്പോൾ രണ്ട് മാനസികവും ശാരീരികവുമായിട്ടുള്ള വെൽനെസ് ആണ് നമുക്ക് അവിടെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത് അല്ലെ? നമുക്ക് സപ്പോസ് നമ്മളെ വെയിറ്റ് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്, തീർച്ചയായും അതിനുവേണ്ടി നമ്മൾ വളരെ സ്പീഡായിട്ട് തന്നെ നമ്മൾ ബ്രിക്സ് നമ്മൾ സ്ട്രെങ്ത് കൊടുത്തുകൊണ്ട്, നമ്മൾ വെറും ഒരു വാക്കിംഗ് അല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോഴേ നമുക്ക് ശാരീരികമായിട്ടുള്ള ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടുകയുള്ളൂ. അതല്ലാതെ നമുക്ക് മാനസികമായി കിട്ടുന്നതല്ലേ? നമുക്ക് പുറത്തിറങ്ങി നടക്കുമ്പോൾ പലരെയും നമുക്ക് കാണാം, പല ഫേസസ്, മുഖങ്ങളെ നമുക്ക് കാണാം, നമുക്ക് അവരുമായിട്ടൊന്ന് ചിരിക്കാം. അങ്ങനെ നമ്മുടെ ഉള്ളിലുള്ള ചിരി പ്രകടമാക്കുമ്പോൾ അവർക്കും നമുക്കും നമ്മൾ സന്തോഷം ഷെയർ ചെയ്തുകൊണ്ടുള്ള ഒരു ചിരി, ഒരു പുഞ്ചിരി രാവിലെ കാണുന്നവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. നമുക്കത് റിസീവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മളൊരു പാർക്കിലൂടെ നടക്കുകയാണ്, അല്ലെങ്കിൽ നാട്ടിൻ പുറത്തുള്ള നല്ല ഇടവഴിയിലൂടെ ഒക്കെ നടക്കുമ്പോൾ നല്ല പച്ചപ്പുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു ഉന്മേഷം രാവിലെയുള്ള ആ വാക്കിങ്ങിന്റെ, ഈവനിങ്ങിലായാലും ഓക്കെ. സോ ഔട്ട് ടു നേച്ചറിലേക്ക് ഇറങ്ങി നമ്മൾ നടക്കുക എന്നുള്ളതാണ് O എന്ന ലെറ്ററിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആക്ടിവിറ്റി.
ഓക്കെ. സോ അടുത്ത ആക്ടിവിറ്റി, വണ്ടർഫുൾ ആക്ടിവിറ്റി, റീഡിങ്. നമുക്കറിയാം റീഡിങ്ങിന്റെ ബെനിഫിറ്റിനെ പറ്റി ഞാൻ പറയേ വേണ്ട. നമുക്ക് തീർച്ചയായും ഒരുപാട് ബെനിഫിറ്റ് തരുന്ന ഒരു ആക്ടിവിറ്റിയാണ് റീഡിങ് എന്ന് പറയുന്നത്. റീഡിങ്ങിലൂടെ നമുക്ക് ഒരുപാട് ഐഡിയാസ് കിട്ടുന്നു. അതുപോലെ ആ ഐഡിയാസ് നമുക്ക് നടപ്പിൽ വരുത്തുമ്പോൾ നമ്മൾ തീർച്ചയായും ശാരീരികവും മാനസികവുമായ എല്ലാ വെൽനെസ്സിലേക്ക് നമ്മളെ കൊണ്ടുപോകും എന്നുള്ളതാണ്. ഇന്നത്തെ കാലത്താണെങ്കിൽ ബുക്ക് വായിക്കാൻ, ബുക്കുകളുടെ ഒരുപാട് ശൃംഖലകൾ തന്നെ, നമുക്ക് ഏത് രീതിയിൽ ഉള്ള ബുക്കുകൾ വായിക്കണം, ഫിക്ഷൻ വേണോ, നോൺ ഫിക്ഷൻ വേണോ, ഏതൊക്കെ തരത്തിലുള്ള ബുക്കുകൾ. അതുപോലെ വായിക്കാൻ സമയമില്ലാത്തവർക്ക് ഇപ്പോൾ ഈ ബുക്ക് ഒരു ഭാഗത്തുണ്ട്. അതുപോലെ നമ്മൾ വോയിസ് കേൾക്കാം, ഇല്ല, ഈവൺ ഇൻക്ലൂഡിങ് ഞാൻ പോലും ഒരു ചെറിയൊരു ക്ലബ്ബ് ഓപ്പൺ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓൺലൈനിൽ. റീഡിംഗ് എന്ന് കുറച്ച് ഗ്രൂപ്പ് മെമ്പേഴ്സ് അടങ്ങിയിട്ടുള്ള ആ റീഡിങ്ങിലൂടെ ഞാനൊരു എവറി ഡേ ഒരു ബുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പൊ കഴിയാറായി ആ ബുക്ക് എവറി ഡേ ഒരു 5 to 6 minutes ഞാൻ വായിക്കുകയും ആ വായിക്കുന്നത് ഏതെങ്കിലും ഒരു സമയത്ത് ഒരു ഹെഡ്ഫോൺ വെച്ച് കേട്ട് കഴിഞ്ഞാൽ നിത്യേന ഇങ്ങനെ ഒരു 5 minute 6 minute സ്പെൻഡ് ചെയ്യുമ്പോൾ അവർക്ക് അവസാനം ഒരു ബുക്ക് വായിക്കാൻ കഴിയും എന്നുള്ളതാണ്. സോ വായനയിലൂടെ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന, നമുക്ക് വരുന്ന വെൽനെസ്സോ അല്ലെങ്കിൽ നമ്മുടെ ക്രിയേറ്റിവിറ്റി ഇൻക്രീസോ ഒന്നും ഞാൻ ഇവിടെ കൂടുതൽ പറയാനുള്ള സമയമില്ല. സോ അതെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതുമാണ്. അടുത്തതായിട്ട് സി ഫോർ കുക്കിംഗ് ഫുഡ്. കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും കുക്കിംഗ് ഫുഡ് നമ്മൾ എങ്ങനെയാണ് നമ്മളെ ശാരീരികവും മാനസികവുമായ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നത്. അതൊന്ന് അനുഭവിച്ച് നോക്കണം. അപ്പോഴാണ് ഒരാൾ കുക്ക് ചെയ്ത് നമ്മളെ ഫ്രണ്ടിൽ ഭക്ഷണം കൊണ്ടുവരുന്നതല്ല. ആക്ച്വലി പറഞ്ഞാൽ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് അതിനുവേണ്ടി എടുക്കണം, അല്ലേ, അത് തൊട്ടിട്ട് അവിടം തൊട്ട് നമ്മുടെ മാനസികമായിട്ട് നമ്മൾ അതിലേക്ക് ഇൻവോൾവ് ചെയ്യുന്നു, അല്ലെ. അതുപോലെ അടുക്കളയിൽ നമ്മൾ കുക്ക് ചെയ്യുന്നതിനിടയ്ക്കുള്ള ചെറിയ മൂവ്മെന്റ്സ് നമ്മളെ ഫിസിക്കൽ വെൽനെസ്സിനെ സഹായിക്കുന്നു എന്നുള്ളതാണ്. അടുത്തതായിട്ട് ഫോർ എജിലിറ്റി, ഓൾറെഡി നമ്മൾ നേരത്തെ സംസാരിച്ച് കഴിഞ്ഞതാണ്. മൂവ്മെന്റ് ആണ്. നമ്മൾ ഒരു ദിവസം മിനിമം ഒരു 10,000 മൂവ്മെന്റ് എങ്കിലും നമ്മൾ എൻഷുർ ചെയ്തിരിക്കണം. അടുത്തതായിട്ടുള്ള ലെറ്റർ, വണ്ടർഫുൾ ലെറ്റർ എൻ ഫോർ നോ ടു ജങ്ക് ഫുഡ്. യെസ്, നോ. നമുക്കറിയാം ജീവിതത്തിൽ നമ്മൾ ചില കാര്യങ്ങൾ എല്ലാം യെസ് പറയുന്നതിന് പകരം നമ്മൾ ജീവിതത്തിൽ നോ പറയേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവും, അല്ലെ. അതിൽ നമ്പർ 1 ആയിട്ട് നമ്മുടെ ഫ്രണ്ട് ആയിട്ടുള്ള നമ്മുടെ ബോഡിയെയും നമ്മളെ തന്നെ സംരക്ഷിക്കുവാൻ, നമ്മളെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുവാൻ നമ്മൾ തീർച്ചയായും നോ പറയേണ്ടത് എവിടെയാണ്? നോ ടു ജങ്ക് ഫുഡ്. പക്ഷെ ഫാസ്റ്റ് ഫുഡ്, ജങ്ക് ഫുഡ് നിങ്ങൾക്കറിയാം എന്തൊക്കെയാണ്. പിസ്സ, ബർഗർ, ഇങ്ങനെ തുടങ്ങി ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഞാൻ അതിലേക്കൊന്നും പോകാൻ സമയമില്ല നമുക്ക്. അതെല്ലാം നമ്മൾ വാരി കഴിച്ച്, ഞാൻ നേരത്തെ പറഞ്ഞു നമ്മളെ ബോഡിയെ റെസ്പെക്ട് ചെയ്യണമെന്ന് അരിസ്റ്റോട്ടലിന്റെ കോട്ട് പറഞ്ഞ പോലെ, നമ്മൾ റെസ്പെക്ട് ചെയ്യാതെ കണ്ടതെല്ലാം ബർഗറും അതും ഇത് ജങ്ക് ഫുഡ് എല്ലാം വാരി വലിച്ച് കഴിക്കുന്ന സ്വഭാവം നമ്മൾ മാറ്റിയാൽ തന്നെ നമ്മുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ അത് തന്നെ ഏറ്റവും വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആണെന്ന് ഞാൻ പറയും. അടുത്തതായിട്ട് വരുന്നത് വണ്ടർഫുൾ ആക്ടിവിറ്റി ഡി എന്ന ലെറ്ററിൽ ഒളിപ്പിച്ചു വരിക്കുന്നത് എന്താണ്? ഡാൻസ് ആണ്. നമ്മൾ ഈ പ്രകൃതിയോട് ഇണങ്ങി നമ്മൾ ഏതെങ്കിലും ഒരു മ്യൂസിക്കിന് ചേർന്ന് നമ്മൾ ഡാൻസ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ മൂവ്മെന്റ് മാത്രമല്ല, അവിടെ നമുക്ക് കിട്ടുന്ന അമേസിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്, അത് ഡാൻസ് ചെയ്ത് ശീലിച്ച് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. അത് നമ്മളിലേക്ക് കൊണ്ടുവരുന്നത് ഒരു വലിയ എന്താ പറയാ എക്സ്പീരിയൻസ് ആയിരിക്കും. അതിലൂടെ നമുക്ക് മാനസികവും ശാരീരികവുമായ നമ്മുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഉള്ള ഏറ്റവും നല്ല ഒരു ആക്ടിവിറ്റിയാണ് ഡാൻസ് എന്ന് പറയുന്നത്. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് ഇസ് ദി യോഗ. എൻ്റെ ഈ മേജർ കാൻഡിയിലുള്ള ലാസ്റ്റ് ചെപ്പ്, ആ ചെപ്പിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന യോഗ. ഞാൻ ഒന്നും പറയണ്ട, അല്ലെ. യോഗയെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം. യോഗ എന്ന ഒരു ആക്ടിവിറ്റി മാത്രം നമ്മൾ എവറി ഡേ ഒരു 1 hour ചെയ്യുകയാണെങ്കിൽ, നമ്മളൊരു 3 to 4 months എടുത്ത് അതൊന്ന് പഠിച്ചെടുത്തതിന് ശേഷം നമ്മൾക്ക് ഒരു 1 hour ഡെയിലി യോഗ ചെയ്യുവാൻ കഴിയുകയാണെങ്കിൽ തീർച്ചയായും അതിൽ കൂടുതലായിട്ട് നമ്മൾ ഒന്നും ചെയ്യേണ്ടതില്ല. നമ്മളെ ശാരീരികവും മാനസികവുമായ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്പിരിച്വാലിറ്റി, ആത്മീയമായിട്ടുള്ള നമ്മളെ വെൽനെസ് കൂടെ മെയിൻറ്റെയിൻ ചെയ്യുന്ന, ഹെൽത്ത് ആൻഡ് വെൽനെസ് പ്രോത്സാഹിപ്പിക്കാൻ നമുക്ക്, അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ആക്ടിവിറ്റിയും ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണ് യോഗ എന്ന് പറയുന്ന ആ ഒരു ആക്ടിവിറ്റി. സോ തീർച്ചയായും ഇതിലൂടെ നമുക്ക് ഡെഫിനറ്റ്ലി നമ്മളെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും.
സോ ഓരോരുത്തരടുത്തും ഈ കൂടിയിരിക്കുന്ന നമ്മളെ ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരോടും എൻ്റെ ഒരു റിക്വസ്റ്റ്, നമ്മൾ നിത്യേന നമ്മുടെ ആരോഗ്യം, നമ്മുടെ ബോഡിയെ പറ്റി നമ്മളെ ബോഡി നമ്മുടെ ഫ്രണ്ടാണ്, ക്ലോസ് ഫ്രണ്ടാണ് എന്ന് അംഗീകരിക്കുകയും ആ ഫ്രണ്ടിന് ഇൻകൺവീനിയന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഉപദ്രവിക്കുന്ന രീതിയിലുള്ള ഒന്നും ചെയ്യാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം എന്നുകൂടെ പറഞ്ഞുകൊണ്ട് മേജർ കാൻഡി എന്നുള്ള ഒരു സ്വീറ്റ് നിങ്ങൾ എല്ലാവരും കഴിക്കണം. അങ്ങനെ കഴിക്കുന്നതോടെ നിങ്ങൾ തീർച്ചയായും നല്ല ഹെൽത്തി ആയിട്ട്, നല്ല വെൽനെസ്സോടുകൂടെ, നല്ല ഹെൽത്തി ഉള്ള ബോഡി മെയിൻറ്റെയിൻ ചെയ്യാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വൺസ് അഗെയിൻ ഇങ്ങനെ ഒരു ചാൻസ്, ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന് ഈ നമ്മുടെ 7 AM ഡ്രൈവിന്റെ ഓർഗനൈസേഴ്സിന്, ഇൻക്ലൂഡിങ് മാഡം ചിത്ര ആൻഡ് ഡോക്ടർ, എല്ലാവർക്കും വൺസ് അഗൈൻ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് താങ്ക് യു ഓൾ ഫോർ ഹിയറിംഗ് മീ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. താങ്ക് യു ചന്ദ്രിക മാഡം ഫോർ യുവർ നൈസ് ടോക്ക്. വളരെ നല്ല, രാവിലെ തന്നെ വളരെ നല്ലൊരു സെഷൻ. നമ്മുടെ ആരോഗ്യം എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട വ്യായാമത്തിന്റെയും യോഗയുടെയും അങ്ങനെ ഒരുപാട് കാര്യം മേജർ കാൻഡി എന്ന് പറയുന്ന ചെറിയൊരു സ്വീറ്റിലൂടെ നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാം എന്ന് നമുക്ക് രാവിലെ തന്നെ ഒരു നല്ല സെഷൻ നൽകിയ ചന്ദ്രിക മാഡത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഇനി നമ്മുടെ സമയം കൃത്യമായിട്ട് 30 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ കൂടുതലായിട്ട് ഫീഡ്ബാക്കിലേക്ക് പോകുന്നില്ല. എല്ലാവരും കമന്റിലൂടെ ഫീഡ്ബാക്ക് ഒരുപാട് നല്ലതായിട്ട് തരുന്നുണ്ട്. എക്സലന്റ് പ്രസന്റേഷൻ ഒരുപാട് ഫീഡ്ബാക്കുകൾ മാമിന് വരുന്നുണ്ട്. ഇത് വളരെ നൈസ് പ്രസന്റേഷൻ ആയിരുന്നു, നല്ല ഇതായിരുന്നു. നമ്മുടെ പ്രോഗ്രാമിന് ഒഫീഷ്യലായിട്ട് വോട്ട് ഓഫ് താങ്ക്സ് പറയുന്നതിന് വേണ്ടിയിട്ട് ജയപ്രകാശ് ഏട്ടനെ ക്ഷണിക്കുന്നു. ജയപ്രകാശ് ഏട്ടാ. ജയപ്രകാശ് അൺമ്യൂട്ട് ആയിക്കോളൂ. ഹലോ. ഓക്കെ, ഓടിവിടാം. ഓക്കെ, ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രോഗ്രാം നന്നായി സൂപ്പറായിട്ടുണ്ട്. വോട്ട് ഓഫ് താങ്ക്സ് എന്ന് പറയുമ്പം നമുക്ക് ഈ പ്രോഗ്രാം അവസാനിപ്പിക്കണം അല്ലേ? ഓക്കെ, അപ്പോൾ നല്ലൊരു സെഷനായിരുന്നു മാഡത്തിന്റെ പ്രോഗ്രാം. ചന്ദ്രിക മാഡം ഇന്ന് നമുക്കറിയുന്നൊരു കാര്യമാണ്, എങ്കിൽ കൂടി അത് നന്നായിട്ട് പ്രസന്റേഷൻ ചെയ്തു. താങ്ക് യു. ഇന്ന് ഈ പ്രോഗ്രാം വോട്ട് ഓഫ് താങ്ക്സ് ആണ് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓക്കെ. ഹലോ, ഓടിവിടാം. കട്ടാണ് സാർ. ഓക്കെ, നമുക്ക് അവസാനിപ്പിക്കാം. ഇന്ന് ഈ പ്രോഗ്രാമിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ ആളുകൾക്കും, അതുപോലെ തന്നെ ഇവിടെ സെഷൻ അവതരിപ്പിച്ച ചന്ദ്രിക മാഡത്തിനും എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി രേഖപ്പെടുത്തുന്നു. The meeting in connection with the 7 AM morning drive of JCA India Zone 28 is hereby adjourned. Thank you all.